നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ടൈമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മോദിയുടെ ഈ 10 വർഷം പൂർത്തിയാക്കി 15ാം വർഷത്തിലേക്കുള്ള യാത്രക്കിടെ രാജ്യത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ വരുന്നുണ്ട്. വ്യവസായങ്ങൾ ഉണ്ടാവണം, അതിനുള്ള പദ്ധതികളും വരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ചില വാക്കുകളാണ് MSME, SME തുടങ്ങിയതൊക്കെ. എന്നാലും സാധാരണ ജനങ്ങൾക്ക് എന്താണ് MSME, SME എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇപ്പോഴുമില്ല. ഇത്തരം പ്രശ്നങ്ങൾ ആളുകളെ മനസ്സിലാക്കിക്കാനും എന്താണ് ഇതിൻ്റെ സാധ്യതകൾ, ഈ സംരംഭങ്ങൾ എന്താണ്, എങ്ങനെ രാജ്യ പുരോഗതിക്ക് ഉതകും വിധം പുതിയ വ്യവസായ സംരംഭങ്ങളും തൊഴിലവസരങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൂടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ സവിശേഷമായ ചർച്ച ഇന്ന് സംഘടിപ്പിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ചർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കണമെന്നും അവസാനം വരെ ഇത് കേൾക്കണമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാവണമെന്നും കൂടിയാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിനുവേണ്ടി രണ്ട് അതിപ്രശസ്തരായ ഈ രംഗത്ത് എക്സ്പെർട്ടൈസ് ഉള്ള രണ്ട് അതിഥികളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ കേശവ മോഹൻ. അദ്ദേഹം MSME, SME രംഗത്ത് മാത്രമല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കാലാവസ്ഥ തുടങ്ങിയ രംഗങ്ങളിലുമൊക്കെ ഒരുപാട് വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ ഒരതിഥി. കേശവ മോഹൻ സാർ, സ്വാഗതം. രണ്ടാമത്തെ അതിഥി സുധീർ കുമാർ ബി. ശ്രീ സുധീർ കുമാർ ബിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിൽ ഏറ്റവും സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു SME സംരംഭത്തിൻ്റെ ഉടമയാണ്, മാനേജിംഗ് ഡയറക്ടറാണ്. ബാൽക്കോ പൈപ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നായകനാണ്. നമ്മളോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്നിരിക്കുന്ന രണ്ടാമത്തെ അതിഥി. സുധീർജി, സ്വാഗതം. എനിക്ക് ആദ്യമേ തന്നെ ചോദിക്കാനുള്ളത് കേശവ മോഹൻ സാറിനോടാണ്. എന്താണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും NDA സർക്കാരും പ്രൊമോട്ട് ചെയ്യുന്ന MSME, SME എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യം 140 കോടി ജനസംഖ്യയുള്ള ഏറ്റവും വലിയ ബൃഹത് ജനാധിപത്യ രാജ്യമാണ്. ജനസംഖ്യാ വർധന തീർച്ചയായിട്ടും നമ്മുടെ ജീവിത നിലവാരത്തെ, സാധാരണക്കാരുടെ ജീവിത നിലവാരത്തെ, വരുമാന സ്രോതസ്സിനെ ഒക്കെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഫലപ്രദമായിട്ട് നേരിടാനും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും സർക്കാർ എടുത്തിട്ടുള്ള ബൃഹത് പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് MSME, SME സെക്ടർ. മൈക്രോ, സ്മാൾ, മീഡിയം എൻ്റർപ്രൈസസ്. ഇതാണ് MSMEയുടെ വ്യവസായ സംരംഭങ്ങൾ എന്ന് പറയാം അല്ലേ? ചെറുകിട വ്യവസായ സംരംഭങ്ങൾ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ 30% ഇന്ന് MSME സെക്ടറിൽ നിന്നാണ് കിട്ടുന്നത്. മാത്രമല്ല, ഇന്ന് നമ്മുടെ രാജ്യത്ത് സർക്കാരിൻ്റെ നയത്തിൻ്റെ ഗുണം കൊണ്ട്, നയത്തിൻ്റെ ഫലമായിട്ട്, അനുഭാവപൂർവമായ നയത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 4 കോടിയിലധികം MSME ഉണ്ട് എന്നുള്ളത് വളരെ 4 കോടിയിലധികം. അതിപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് വന്നതാണോ അതിനു മുമ്പേ ഉണ്ടായിരുന്നതാണോ? ഇതൊരു തുടർ പ്രക്രിയയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി സർക്കാരുകൾ ഏറ്റെടുക്കുന്ന, നടപ്പിലാക്കുന്ന ഒരു തുടർ പ്രക്രിയയുടെ ഫലം തന്നെയാണ്. എന്നാലും ഇപ്പോഴാണ് ഇത് കൂടുതൽ പോപ്പുലർ ആയതെന്ന് തോന്നുന്നു. വളരെ ശരിയാണ്. കൂടുതൽ ശ്രദ്ധയോടുകൂടി, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി, കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് MSME, SME സെക്ടറുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ, അതെ, എല്ലാ അർത്ഥത്തിലും ഗുണനിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട്, അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ഫണ്ടുകൾ, ധനപരമായ പിന്തുണ നൽകിക്കൊണ്ട്, ബാങ്കുകളെയും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒക്കെ MSME സെക്ടറിന് കൂടുതൽ ഊർജം പകരുവാൻ കേന്ദ്ര സർക്കാർ എടുക്കുന്ന പദ്ധതികളുടെ നയത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണിത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, 110 ദശലക്ഷം ആളുകൾക്ക് ഈ സെക്ടറിൽ നിന്ന്
തൊഴിൽ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടത്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു വർക്ക് ഫോഴ്സ് ഉള്ളത് നമ്മുടെ രാജ്യത്താണ്. അങ്ങനെ തന്നെ ജനസംഖ്യ ഉണ്ട്. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യയാണല്ലോ. എന്തായാലും തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇവരെയൊക്കെ ഒന്ന് കോർത്തിണക്കി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഈ സംരംഭം സഹായിക്കില്ലേ? തീർച്ചയായിട്ടും സഹായിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പൊതുമേഖലാ രംഗത്ത് ജോലി നേടുവാനുള്ള ഒരു ട്രഡീഷണലായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റുണ്ട്. ആ മൈൻഡ് സെറ്റ് മാറ്റം കുറിച്ചുകൊണ്ട് കൂടുതൽ തൊഴിൽ ദാതാക്കൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള യുവാക്കൾക്ക് തൊഴിൽ ദാതാക്കളാകുവാൻ പറ്റുന്ന നിലയിൽ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുകൂലമായ നയം സ്വീകരിക്കുന്നതിൻ്റെ കൂടി ഫലമാണ് ബാൽക്കോ പോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ ഇതല്ലേ? തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് ആണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈ സെക്ടറുകളെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങളും അതിന് പിന്തുണ നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരും മുന്നോട്ട് വരുമ്പോഴാണ് ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ സെക്ടറുകളെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ തൊഴിൽ നേടുവാനും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ, ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുവാനും മാത്രമല്ല കൂടുതൽ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വിദേശത്തേക്ക് കയറ്റുമതി വരെ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുവാൻ ഉതകുന്ന ഗുണപരമായ നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എനിക്കൊരു സംശയം. ഇപ്പോൾ നമ്മുടെ ഒരു സംരംഭകൻ, ഇപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സംരംഭകൻ നമ്മുടെ കൂടെയുണ്ട്, സുധീർ കുമാർ ബി. അദ്ദേഹത്തിൻ്റെ ബാൽക്കോ പൈപ്പ്സ് ഇപ്പോൾ എനിക്ക് ഈ പൈപ്പ് നിർമ്മാണ രംഗത്ത് വലിയ പ്രശസ്തി പിടിച്ചു പറ്റിയ, വലിയ അംഗീകാരങ്ങൾ നേടിയ, ഏറ്റവും ക്വാളിറ്റിയിൽ അന്താരാഷ്ട്ര അംഗീകാരങ്ങളൊക്കെ നേടിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടാണ് സാറ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ചോദിക്കാനുള്ളത്. ഒരു സംരംഭകൻ എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്? ഒരു MSME അല്ലെങ്കിൽ SME ആരംഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു അനുഭവസ്ഥൻ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെ ഉള്ളപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്തരം ഒരു സംരംഭകൻ കടന്നു വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ താങ്കളൊന്ന് പറയുമോ? ഞാൻ ഇത് 1991 ആണ് ഒരു സിക്ക് യൂണിറ്റ് എടുത്തിട്ടാണ് എൻ്റെ ഈ സംരംഭം ആരംഭിച്ചത്. നിലവിലുണ്ടായിരുന്ന ഒരു കഷ്ടത്തിലായ ഒരു യൂണിറ്റ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് KFC ജപ്തി ചെയ്തായിരിക്കും. അതെ, അത് അങ്ങനെയാണ് ആരംഭിച്ചത്. അപ്പോൾ അതിൽ അന്ന് ഇത് ബാൽക്കോ എന്നായിരുന്നോ പേര്? അല്ല, കമ്പനിയുടെ പേര് സോൾ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിരുന്നു. അത് പൂട്ടിപ്പോയി. അത് പിന്നെ സോൾ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ പ്രൊപ്രൈറ്ററി കൺസേൺ ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് കേരളത്തിൽ ISI മാർക്കുള്ള ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ISI മാർക്ക് കിട്ടിയ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ബാൽക്കോ ബ്രാൻഡാണ്. നമുക്ക് ഈ വാട്ടർ ജല വിതരണത്തിനുള്ള പൈപ്പുകൾ മാത്രമല്ല, ഇലക്ട്രിക്കൽ പൈപ്പുകളും ഉണ്ടല്ലേ? അതെ, അത് 94 അത് എക്സ്പാൻഡ് ചെയ്തിട്ട് വാട്ടർ പൈപ്പും കൂടെ തുടങ്ങിയത്. അപ്പം ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്തു. ആ സമയത്ത് തന്നെയുള്ള അന്ന് തുടങ്ങിയ സമയത്തുള്ള അന്തരീക്ഷമൊക്കെ വളരെയേറെ മാറിപ്പോയി. വളരെയേറെ മാറിയെന്ന് പറഞ്ഞാൽ അന്ന് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. നമുക്ക് ഈ ലോൺ കിട്ടുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടേണ്ട സമയമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ കേരളത്തെ സംബന്ധിച്ചും അതുപോലെ ഭാരതത്തെ സംബന്ധിച്ചും വലിയ സാധ്യതകളാണ് ഇന്ന് ഈ MSME സെക്ടറിലുള്ളത്. കാരണം ഏതൊരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ MSME സെക്ടറാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ജനസംഖ്യ വളരെ കൂടുതലും അതേസമയത്ത് സ്ഥലം നമ്മുടെ വളരെ പരിമിതമായ സ്ഥലത്ത് ലാർജ് സ്കെയിൽ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഒക്കില്ല. അതാണ്, നമുക്ക് സ്ഥലമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ MSME സെക്ടറിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഈ മൈക്രോ, സ്മോൾ, മീഡിയം എന്നുള്ളതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈക്രോ എന്ന് പറയുന്നത് 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റും 10 കോടി വരെ പരമാവധി സെയിൽസ് ടേൺ ഓവറുള്ള അതിനെ മൈക്രോ എന്നുള്ളതാണ് പറയുന്നത്. അതായത് സ്മോൾ സ്കെയിൽ സെക്ടർ എന്ന് പറയുന്നത് 10 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും 50 കോടി വരെ വിറ്റുവരവും ഉള്ളത്. അതായത് മീഡിയം എന്ന് പറയുന്നത് 50 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും 200 കോടി വരെ ടേൺ ഓവർ വരാവുന്നതും മീഡിയം സ്കെയിലിൽ വരും. ഇതിന് മുകളിൽ വരുന്നതൊക്കെ ലാർജ് സ്കെയിലാണ്. അപ്പോൾ ഈ MSME സെക്ടറിന് മോഡി ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ
ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് ഇന്ന് വളരെ അതിനോടൊപ്പം ചേർന്ന് അനുകൂലമായ നിലപാട് എടുത്തുകൊണ്ട് ഒരുപാട് അതിനുള്ളൊരു വലിയൊരു പുഷ് തന്നെ നൽകുന്നുണ്ട്. കാരണം ഞാനൊരു സംശയം ചോദിക്കട്ടെ സൂരജി, അത് അങ്ങ് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടപെട്ടത് ക്ഷമിക്കുക. അതായത് ഇപ്പോൾ എനിക്കൊരു സംരംഭം ആരംഭിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഈസിയായി. അങ്ങ് കടന്നുപോയ അങ്ങ് ഇപ്പോൾ ഒരു സ്ഥാപനം ഏറ്റെടുക്കുകയായിരുന്നു, അതല്ലാതൊരു ഞാനൊരു സാധാരണക്കാരനായ എനിക്ക് ഒരു സംരംഭം തുടങ്ങണം, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഈ സംരംഭം തുടങ്ങുന്നത് നമുക്ക് ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ 2 കാര്യങ്ങൾ വരും. ഒന്ന്, നമ്മളൊരു പുതിയ സാധനം, അതായത് മാർക്കറ്റ് ഇല്ലാത്തൊരു സാധനം നമ്മൾ തുടങ്ങുന്നു, അതിന് പറയുന്നത് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ ഉള്ള ഒരു കാര്യം. അതേ സമയത്ത് തന്നെ ഈ മാർക്കറ്റിൽ ധാരാളം ചിലവുള്ള അല്ലെങ്കിൽ ആവശ്യക്കാർ ഏറെയുള്ള സാധനങ്ങൾ നമുക്ക് തുടങ്ങാം. അത് നമുക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്, ചാനൽ തന്നെ ഉണ്ട്, ഉദ്യം മിത്ര എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തന്നെ ഉണ്ട്. അതിനകത്ത് നമ്മൾ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഏറ്റവും മൂവിങ് പ്രൊജക്ട് പ്രൊഫൈലുകളുണ്ടാവും. ആ പ്രൊജക്ട് പ്രൊഫൈൽ എടുത്തിട്ട് നമുക്കതിൽ നിന്ന് ഏതാണോ നമുക്ക് അനുയോജ്യമായത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനോടൊപ്പം തന്നെ അവർ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സാധനം, അതായത് പുതിയൊരു സാധനം, അതിന് റിസ്ക് കൂടുതലായിരിക്കും. കാരണം ആ സാധനം, അങ്ങനെ ഒരു സാധനം, അതാണ് ഈ SMEയും സ്റ്റാർട്ടപ്പും തമ്മിലുള്ള വ്യത്യാസം. അതെ. SMEs അത് ഏതെങ്കിലും ഈ സെക്ടറിൽ ഏതെങ്കിലും ആയിരിക്കും വരുന്നത്. പക്ഷേ സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ സപ്പോർട്ട് സ്റ്റാർട്ടപ്പുകൾക്ക്. കാരണം സ്റ്റാർട്ടപ്പുകൾക്ക് റിസ്ക് കൂടുതലാണ്. MSME മറ്റതിൽ ഈ റിസ്ക് കൂടുതൽ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു സാധനമായിട്ട് രംഗത്തിറങ്ങുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് ലാഭവും കൂടുതലായിരിക്കും, പക്ഷേ ഫെയിലുവർ റേറ്റും കൂടുതലുണ്ടാവും. അതേസമയത്ത് ഇതിനകത്ത് MSME ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംരംഭം നമ്മൾ തുടങ്ങാനായിട്ട് ആ രീതിയിൽ നമ്മൾ പോകുമ്പം മാർജിനും കുറവായിരിക്കും, പക്ഷേ റിസ്ക് കുറവുമായിരിക്കും. അപ്പോൾ അത് നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഓരോരുത്തരും റിസ്ക് അപ്പറ്റൈറ്റ് പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നതാണ് മൈക്രോ, ഇന്നതാണ് സ്മോൾ, ഇന്നതാണ് മീഡിയം എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ മുദ്രാ ലോൺ. മുദ്രാ ലോൺ എന്ന് പറയുന്ന ഒരു വളരെ കേന്ദ്ര ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു വിപ്ലവകരമായ മാറ്റമാണ് അത് നടത്തിയത്. കാരണം ഈ സംരംഭങ്ങളൊക്കെ നേരത്തെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാതെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ സംശയമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് തന്നെ കൊണ്ടുവന്ന പദ്ധതിയാണ് മുദ്ര. ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും അതിൻ്റെ ആ എമൗണ്ട് കൂട്ടി 10 ലക്ഷം വരെ ആയിരുന്നത് ഇപ്പോൾ 20 ലക്ഷം വരെ ആയി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോണെന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 5 കോടി രൂപ വരെ നമ്മളൊരു സംരംഭം തുടങ്ങുന്നതിന് കൊളാട്രൽ ഫ്രീ ആയിട്ട് ലോണിന്, അതായത് ആ സംരംഭകന് ധനകാര്യ സ്ഥാപനത്തിനെ അവരെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതായത് ഇദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊണ്ട് നടത്താനെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ 5 കോടി വരെ, അതായത് ഈ MSME SMEകൾ ആരംഭിക്കാൻ വേണ്ടി ബാങ്കുകൾ ഈടില്ലാതെ 5 കോടി രൂപ വരെ കൊടുക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ അവസ്ഥയുണ്ട്. അപ്പം അതെന്ന് പറയുന്നത്, പക്ഷേ നമ്മൾ 5 കോടി വരെ ലോൺ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങലല്ല. അതിന് പറ്റിയ പ്രോജക്റ്റും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ആ കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഇത് അങ്ങനെ നടക്കും എന്ന് തോന്നണം. അതെ. അതുകൂടാതെ സ്റ്റാർട്ടപ്പുകൾക്കാണെങ്കിൽ 10 കോടി വരെ ഗവൺമെൻറ് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ സഹായം ചെയ്യാനുള്ള വ്യവസ്ഥകൾ. ലാൻഡ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഒരു എന്ത് ഇത് കൊണ്ടുവന്നാലും നമ്മുടെ ഒരു ഭാഗം അതിനകത്ത് ഉണ്ടാവണം. കാരണം ഇതില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ലോൺ വെച്ചിട്ട് ഒരു സംരംഭം നമുക്ക് തുടങ്ങാനായിട്ട് പറ്റില്ല. പക്ഷേ നേരത്തെ 25-33% എന്നുള്ളത് ഇപ്പോൾ അത് 10%, ചില 10% ഉണ്ടെങ്കിൽ PMEGP എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയീസ് PMEGP എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീമിൽ വെറും 10% മതി നമ്മുടെ കോൺട്രിബ്യൂഷൻ, മാർജിൻ കോൺട്രിബ്യൂഷൻ. അപ്പോൾ മാർജിൻ 10% മതി. അപ്പോൾ അതിന് ട്രെയിനിങ്ങും ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും. പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ ഭാരതത്തിൽ എല്ലാ ജില്ലകളിലും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ലീഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടാവും. പക്ഷേ ഇത് കൂടാതെ ട്രെയിനി ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്കും കൂടെ ഉണ്ട്. ആ ബാങ്കിൻ്റെ 365 ദിവസം, അതായത് ഇപ്പം കൊല്ലം ജില്ലയിൽ ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ കാനറ ബാങ്കാണ് ഈ ലീഡ് ബാങ്ക് അല്ല, ലീഡ് ബാങ്ക് ഇന്ത്യൻ ബാങ്കാണ്. ട്രെയിനി ബാങ്കായിട്ട് എടുത്തിരിക്കുന്നത്
കാനറ ബാങ്കാണ്. അപ്പോൾ ആ ഒരു കാനറ ബാങ്കിന് ഒരു ആസ്ഥാനം, ആ ആസ്ഥാനത്ത് ഒരു പ്രത്യേക ചീഫ് മാനേജർ ഉണ്ടാവും. അദ്ദേഹത്തിന് അവിടെ 365 ഈ ഞായറാഴ്ച ദിവസങ്ങൾ ഒഴിച്ച് ട്രെയിനിങ്ങുകളാണ് നടക്കുന്നത്. അതായത് സംരംഭങ്ങൾക്ക് താല്പര്യമുള്ളവരെ അവിടെ കൊണ്ടിട്ട് എങ്ങനെ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകാമെന്നുള്ളതിൻ്റെ A to Z ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ സംരംഭകരാക്കി മാറ്റുക. അത് ടോട്ടലി ഫ്രീ. അതായത് അവരുടെ ചിലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റാണ് നോക്കുന്നത്. അങ്ങനെ എല്ലാ ജില്ലകളിലും, ഭാരതത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ബാങ്കുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം പരിശീലനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അവസ്ഥയാണെങ്കിൽ എനിക്ക് ഒരു സംരംഭം തുടങ്ങണം, അതിനുള്ള പരിശീലനം കിട്ടണം, ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത്? ഇപ്പോൾ ഇത് കേരളത്തിൽ ഒരു പ്രത്യേക ഒരു രീതി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റുണ്ട്. അതായത് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സും MBAക്കാരും അതിലേതെങ്കിലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് മാസശമ്പളവും കൊടുത്തിട്ട് ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സംരംഭകരെ തേടി നടക്കുക. അപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താലൂക്ക് വ്യവസായ ഓഫീസുണ്ട്. ആ താലൂക്ക് വ്യവസായ ഓഫീസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ താലൂക്കിലുള്ള ഈ പറഞ്ഞ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള ഉദ്യോഗസ്ഥരുടെ പേര് കിട്ടും. അവർ ഇത് കൊടുത്താൽ അവർ തേടി വരും നമ്മളെ. നമ്മളെ തേടി വരും. പ്രോജക്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് അവർ ചെയ്യും. പിന്നെ ഇതിന് സബ്സിഡിയും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭ്യമാവുകയും ചെയ്യും. കാരണം ഈ നമ്മൾ കൊണ്ടുവരുന്ന ഒരു കോൺട്രിബ്യൂഷൻ പറഞ്ഞല്ലോ, ആ എമൗണ്ടൊക്കെ തീർച്ചയായും തിരിച്ച് നമുക്ക് സബ്സിഡി ആയിട്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും. നമ്മുടെ ആളുകൾക്ക് കാര്യമായി അറിയില്ല. ഞാൻ അടുത്തിടെ നമ്മുടെ ഇവിടുത്തെ എറണാകുളത്ത് മറ്റേ ഇൻഫോ പാർക്കിനടുത്തുള്ള ഇന്ത്യൻ ബാങ്കിൻ്റെ മാനേജർ ശ്രീ മനോജ് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ മുദ്രാ ലോൺ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സംശയങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയല്ല, ലോൺ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ശരിക്കും ഞങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഫയറിങ്ങാണ് വരുന്നത്. അപ്പോൾ എങ്ങനെങ്കിലും മുദ്രാ ലോൺ കൊടുക്കണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള വിശ്വസനീയമായ പ്രോജക്റ്റുകൾ വരുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളാണ്. അല്ലാതെ മുദ്രാ ബാങ്കുകൾ കൊടുക്കുന്നതിൽ നിന്ന് ബാങ്കുകൾ പിന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇതും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അത് മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പല സംരംഭകരും നേരിട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ ഒരു വെബ്സൈറ്റ് പറഞ്ഞല്ലോ, ഉദ്യമി മിത്ര ആ വെബ്സൈറ്റിൽ നമ്മൾ ബാങ്കിനെ സമീപിക്കേണ്ട. നമ്മൾ ഓൺലൈനായിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യമുള്ള ബാങ്കുകൾ 1, 2, 3 നമുക്ക് ചോയ്സ് കൊടുക്കാം. അതും കൊടുക്കാം. മറ്റ് ബാങ്കുകൾ ഇത് കാണുകയും ചെയ്യും നമ്മുടെ പ്രോജക്റ്റുകൾ. അപ്പോൾ നമ്മൾ കൊടുത്ത ബാങ്കിൽ അവർ കൃത്യമായിട്ട് അതിന് ഉത്തരം തന്നില്ലെങ്കിൽ ഇത് മുകളിൽ നിന്ന് ചോദ്യം വരും. എന്തുകൊണ്ട് നിങ്ങൾ അപ്പം അത് മാത്രമല്ല, ഇത് ഈ നല്ലൊരു പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയ വേറൊരു ബാങ്കിന് വേണമെങ്കിൽ അതിനകത്ത് ഇടപെടാം, ഞങ്ങൾ കൊടുക്കാം. അല്ല, എന്നോട് IOB മാനേജർ മനോജ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ജൂറിസ്ഡിക്ഷൻ ഒന്നും ഇല്ല, ബാങ്കിന് എവിടെ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഞങ്ങളൊരു സൗകര്യം വെച്ചിട്ടാണ് നമ്മൾ പോയി വെരിഫൈ ചെയ്യണമല്ലോ. ഇപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് ഇൻഫോ പാർക്കിലെ IOBയുടെ മാനേജർ മനോജ് തൃശ്ശൂർ ഒരു ലോൺ കൊടുത്താൽ അത് പോയി നോക്കാനുള്ള ടെക്നിക്കലി ഒരു ഡിഫിക്കൽറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ ഈ മുദ്രാ ലോണൊക്കെ ഞങ്ങൾ വളരെ ലിബറലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ആളുകൾക്ക് അത് കൃത്യമായി പ്രോജക്റ്റ് ഉണ്ടാക്കി അത് സമർപ്പിക്കാനുള്ള പരിചയക്കുറവൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതിനുള്ള സംവിധാനങ്ങൾ, അതായത് എങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാം, എങ്ങനെ ഒരു SME അല്ലെങ്കിൽ MSMEയുടെ ഒരു പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് പരിശീലനം കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളുണ്ടോ? കേശവ മോഹൻ സാർ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ധാരാളമായ സൗകര്യങ്ങൾ ഉണ്ട്. അത് ശ്രീ സുധീർ കുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാന ഇൻഡസ്ട്രിയൽ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഓഫീസുകളുണ്ട്. അവർ നൽകുന്ന പരിശീലനത്തെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചല്ലോ. കൂടാതെ ലീഡ് ബാങ്കും ട്രെയിനിങ് ബാങ്കുകളും എല്ലാ ജില്ലകളിലും ഉണ്ട്. അക്കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സെൽ എല്ലാ താലൂക്കിലും ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സെല്ല് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി, ഉത്തരവാദിത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് പരിപോഷിപ്പിക്കുക, അവബോധം ഉണ്ടാക്കുക, സഹായിക്കുക തുടങ്ങിയതാണ്.
മാത്രമല്ല അടുത്തിടെയായിട്ട് നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് ധാരാളം പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വന്നിട്ടുണ്ട് വ്യാപകമായി. അപ്പം സാങ്കേതിക പരിജ്ഞാനമുള്ള യുവാക്കൾ നമ്മുടെ അനുദിനം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ വ്യവസായ രംഗത്തേക്ക് ആകർഷിക്കുവാൻ വേണ്ടി സ്റ്റാർട്ടപ്പ് സെല്ല് സർവകലാശാല അടിസ്ഥാനത്തിലും കോളേജുകൾ അടിസ്ഥാനത്തിലും സ്റ്റാർട്ടപ്പ് സെല്ലുകൾ ധാരാളമായിട്ടുണ്ടാക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായവും സർവകലാശാലയും സർക്കാരും നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് സെല്ലിൽ എന്താണ്, ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് വ്യവസായ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുള്ളവരെ കണ്ടെത്തി അതിന് പ്രത്യേക പരിശീലനം കിട്ടിയ അല്ലെങ്കിൽ താല്പര്യമുള്ള അധ്യാപകരെ സെലക്ട് ചെയ്ത് അവരുടെ ഒരു ഗൈഡൻസും മോണിറ്ററിങ്ങിനും വിധേയമാക്കുകയാണ് ഒന്നാമത്. രണ്ടാമത് ഇവരുടെ ആശയങ്ങൾ പരിപോഷിപ്പിച്ച് മുമ്പേ പറഞ്ഞതുപോലെ ചെറിയ സ്റ്റാർട്ടപ്പ് പലപ്പോഴും പുതിയ ഇന്നോവേഷൻസ് ആണല്ലോ. നിലവിലുള്ള ഒരു പിന്നെ രീതിയെ അല്ലെങ്കിൽ ഒരു സേവനത്തെ അല്ലെങ്കിൽ അതേപോലെ ഒരു ഉപഭോഗ വസ്തുവിനെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ അനായാസകരമായി പ്രയോജനപ്പെടുത്തുവാനും കൂടുതൽ ഉപകാരപ്രദമായി പ്രയോജനപ്പെടുത്തുവാനും കൂടുതൽ ലാഭകരമായി അത് എത്തിച്ചു കൊടുക്കുവാനും കൂടുതൽ നിലനിൽക്കുന്ന സുസ്ഥിരതയുള്ള ഉൽപ്പന്നമായി മാറ്റാനുമൊക്കെയുള്ള ഇതാണ് ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുകയും അവർക്ക് ആശയങ്ങൾ കൊടുക്കുകയും ആ ആശയങ്ങളിൽ നിന്ന് വ്യവസായ സംരംഭമായി മാറ്റിയെടുത്തിട്ട് അതിനൊരു ഇൻക്യുബേഷൻ പീരിയഡ് അതൊന്ന് വളർന്നു വരാൻ ഒന്ന് പിച്ച വയ്ക്കുവാനുള്ള കാലഘട്ടം കൂടി ഈ സ്റ്റാർട്ടപ്പ് സെൻറ്ററുകളിൽ സ്റ്റാർട്ടപ്പ് ഒരു ഗ്രൂമിംഗ് ആണല്ലേ, ഗ്രൂമിങ്ങാണ്. എന്നിട്ട് അവൻ വെച്ച് കഴിയുമ്പോൾ അവന് സ്വമേധയാ സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിൽ അതിനെ പറിച്ചു നടാനുമുള്ള വലിയ ബൃഹത് പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തായാലും നമ്മുടെ രാജ്യത്തായാലും. ഇപ്പോൾ നമ്മൾക്ക് ഈ പ്രതിരോധ രംഗത്ത് പോലും സ്റ്റാർട്ടപ്പുകളുടെയും SMEകളുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ? സൈന്യത്തിന് വേണ്ടി പോലും പല വസ്തുക്കളും ഉണ്ടാക്കുന്ന പ്രക്രിയ പോലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ശരിയാണ്, വളരെ ശരിയാണ്. പക്ഷേ അത് കൂടുതൽ ഇപ്പം സുധീർ ഇവിടെ പറഞ്ഞു, സ്റ്റാർട്ടപ്പുകൾക്ക് റിസ്ക് എലിമെൻറ്റ് വളരെ കൂടുതലാണ്. അത് സസ്റ്റെയിൻ ചെയ്യുന്നത് വളരെ കുറവാണ്. അത് പുതിയ ആശയങ്ങൾക്ക് എപ്പോഴും ആ ഒരു റിസ്ക് എലിമെൻറ്റ് ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ധാരാളം പേര് ഇതിലേക്ക് വരുന്നെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ സസ്റ്റെയിൻ ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചന ഉണ്ടാകണം, പഠനം നടത്തണം, അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും വേണം. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീ സുധീർ കുമാർ വി. സുധീർ ജി ഇപ്പോൾ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ശ്രദ്ധേയമായ ഒരു നിർമ്മാണ യൂണിറ്റ് ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഫാക്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് വന്ന് ബാൽക്കോ പൈപ്സ് വന്നിരിക്കുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് ബാൽക്കോ പൈപ്സിൻ്റെ ഒരു ചിത്രം ഇത് ഈ SME കുറിച്ചൊക്കെ പറയുമ്പോൾ MSME കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് ബാൽക്കോ പൈപ്സിൻ്റെ ഒരു ചരിത്രം. എങ്ങനെയാണ് ബാൽക്കോ പൈപ്സ് ഈ ഒരു വിജയം നേടിയെടുത്തത് ഒന്ന് പറയാമോ സുധീർജി? അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യമുണ്ട്, എന്താണ് ബാൽക്കോ പൈപ്സ്, നിങ്ങളുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ബാൽക്കോ ഇപ്പോൾ നമ്മുടെ ഉപഭോക്താവിന് കൊടുക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ISI മാർക്കുള്ള ഏറ്റവും ഗുണനിലവാരമുള്ള ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ്, അതായത് വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകൾ, അത് നമ്മൾ സാധാരണ വയറിങ് ഉപയോഗിക്കുന്ന ചെറിയ പൈപ്പുകളെന്നാണ് വിചാരം. അതല്ല, 16 mm മുതൽ 63 mm വരെയുള്ള ഡയമീറ്ററുള്ള എല്ലാ സൈസുകളും നമ്മൾ ലൈറ്റ്, മീഡിയം, ഹെവി റേഞ്ചിൽ, അതായത് ഏറ്റവും അവസാനത്തെ വലിയ റേഞ്ച് മാത്രം ലൈറ്റ് മാത്രം, ബാക്കിയെല്ലാം ലൈറ്റ്, മീഡിയം, ഹെവി എന്നുള്ള റേഞ്ച്. ഞാൻ കരുതിയിരിക്കുന്ന ബാൽക്കോ ഒരു വലിയ കമ്പനിയാണ്, ഈ SME MSME പോലെ ആരംഭിച്ചതാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. വേറെ ഏതോ കേരളത്തിന് പുറത്തുള്ളൊരു സംരംഭമാണെന്ന് പോലും ഞാൻ തുടക്കത്തിൽ കരുതിയിരുന്നു. അല്ല, അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ 8 ഇഞ്ച് വരെയുള്ള വാട്ടർ പൈപ്പുകൾ ഇപ്പോൾ അതും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ല, സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും ഈ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള അത് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ
SME IPOയ്ക്ക് പോയി. അതായത് നമ്മളറിയാം, നമുക്ക് ഏത് സംരംഭം തുടങ്ങിയാലും ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുത്ത് ലോൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഇൻട്രസ്റ്റ് വരും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കോവിഡ് സമയത്ത് നമ്മുടെ കമ്പനി ആദ്യമായിട്ടൊരു ക്യാഷ് ലോസിലേക്ക് വന്നു. കാരണം ഈ 215 നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസ്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരു സ്ഥാപനം 215 പേരുണ്ട്. 15 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ ചെറിയ സംരംഭം. അപ്പോൾ നമുക്ക് ആരെയും പറഞ്ഞു വിടാനോ അതൊന്നും ശരിയായിട്ടുള്ള ഒരു, കാരണം ഫാക്ടറി തന്നെ അടച്ചിടാനായിട്ട് നിർദ്ദേശങ്ങൾ വരുന്നു, മാസങ്ങൾ അടച്ചിടാനായിട്ട് വരുന്നു. ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊരു ക്യാഷ് ലോസ് എന്നുള്ള ഇതിലേക്ക് നമ്മൾ കമ്പനി വന്നു. അപ്പോൾ അന്ന് നമ്മൾ നോക്കുമ്പോൾ ശരിക്ക് 25 ലക്ഷം രൂപ ക്യാഷ് ലോസ് വരികയും 1.25 കോടി രൂപ ബാങ്ക് പലിശയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മുടെ മനസ്സിൽ വന്ന ഒരു ആശയം, കാരണം ഈ 1.25 കോടി രൂപ 25 ലക്ഷം രൂപ ക്യാഷ് ലോസ് വന്നു കഴിയുമ്പോൾ കമ്പനി നഷ്ടത്തിലാണ്. അതേസമയത്ത് ഇത് ഇക്വിറ്റി ആയിരുന്നെങ്കിൽ, ഈ 1.25 ബാങ്ക് ലോണിന് പകരം ഇക്വിറ്റി ആയിരുന്നുണ്ടെങ്കിൽ ഇത് നേരെ 1.5 കോടി രൂപ ലാഭമുള്ള യൂണിറ്റായി മാറിയാണേ. അതായത് എല്ലാ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റേഷ്യോസും മാറിയാണേ. അങ്ങനെ അന്നാണ് നമ്മളൊരു നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയത്. പക്ഷേ കേരളത്തിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ, 2014 കാര്യം ഞാൻ പറയും, 19 കാര്യം പറയുന്നത്, കോവിഡ് വന്ന സമയത്ത്. അപ്പം നമ്മളിതിനെക്കുറിച്ചൊക്കെ അതിന് മുന്നേ തന്നെ ഈ ക്യാപിറ്റൽ മാർക്കറ്റ്, കാരണം പുതിയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് വന്ന സമയത്ത് ഇതിനൊക്കെ വലിയ പ്രോത്സാഹനം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതല്ല നമുക്കിവിടെ കിട്ടിയത്. പക്ഷേ ഈ 2019 ആയപ്പോൾ നമുക്കിത് കൂടിയേ പറ്റുമെന്നുള്ള രീതിയിൽ ആലോചനകൾ വന്ന സമയത്ത് നമ്മുടെ ഇന്ന് കേരളത്തിലുള്ള ഈ സ്മോൾ മീഡിയം സംരംഭങ്ങൾക്കെല്ലാം ഇതൊരു വലിയൊരു സാധ്യതയാണ്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഞങ്ങൾ SME IPOയ്ക്ക് പോയി. അത് കേരളത്തിലെ രണ്ടാമത്തെ IPO കേട്ടിട്ടില്ല. അതായത് നമുക്കറിയാം IPOയ്ക്ക് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ 2-3 യൂണിറ്റുകൾ, അതിൽ രണ്ടാമത്തെ യൂണിറ്റാണ് ഇപ്പോൾ നമ്മളത് പോയത്. ഇത് ശരിക്കും മെയിൻ പ്ലാറ്റ്ഫോമിലാണ് സാധാരണ IPO, അതായത് BSEയുടെയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയുടെയും മെയിൻ പ്ലാറ്റ്ഫോമുകളിൽ പോകുന്നത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്. ലാർജ് സ്കെയിൽ കമ്പനികൾക്ക് 25 കോടിയിലധികം സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലുള്ള കമ്പനികൾക്ക് മാത്രമേ അതിന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ SME സെക്ടറിനെ സംബന്ധിച്ചൊരു വലിയ സ്വപ്നമാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇതിന് ചില നിബന്ധനകളുണ്ട്. ഇന്ന കാര്യങ്ങൾ പാലിക്കണം. 1.5 കോടി രൂപ നെറ്റ് വർത്ത് ഉണ്ടാവണം. കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവണം. ഏതെങ്കിലും ഒരു വർഷം ലാഭം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നിബന്ധന വെച്ചിട്ട് നമുക്ക് ഒരു വാല്യുവേഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സെബി നേരിട്ടല്ല നോക്കുന്നത്, സെബിയുടെ കീഴിലുള്ള NSE BSE ആണ് ഇതിൻ്റെ അനാലിസിസ് നടത്താനായിട്ട്. സെഗ്മെന്റിൽ നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ കേരളത്തിൽ PVC പൈപ്പ് സെക്ടറിൽ ആദ്യത്തെ യൂണിറ്റാണ് സോൾട്ട് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ്. സൗത്ത് ഇന്ത്യയിൽ ഒരു ചെറുകിട സംരംഭമായിട്ട് ആരംഭിച്ച് അത് IPOയ്ക്ക് പോകുന്ന PVC പൈപ്പ് രംഗത്തെ ആദ്യത്തെ കമ്പനി കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്താണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ. അത് മാത്രമല്ല, നമുക്ക് ഈയിടെ സുധീർജിയും നമ്മുടെ ഈ ബാൽക്കോയ്ക്ക് ഏതുകൊണ്ട് അന്താരാഷ്ട്ര അംഗീകാരം കാറ്റഗറി അങ്ങനെ മറ്റോ കിട്ടിയത്, അത് സെഡ് സർട്ടിഫിക്കേഷൻ, അതായത് സീറോ ഡിഫക്റ്റ് സീറോ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് 2014 നമ്മുടെ പ്രധാനമന്ത്രി മുൻകൊണ്ട് വെച്ച ആശയമാണ്. അതായത് ലോകത്തുള്ള ഏറ്റവും നല്ല മാനുഫാക്ചറിങ് പ്രാക്ടീസസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, നമ്മൾ ISO എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ISO ISI എന്നൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് സെഡ്, സീറോ ഡിഫക്റ്റ് സീറോ ഇഫക്റ്റ്, അത് അർത്ഥം, അതായത് നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ സീറോ ഡിഫക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സീറോ ഇഫക്റ്റും ആയിരിക്കും. സീറോ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, അതായത് നമ്മളൊരു ഒരു സംരംഭം തുടങ്ങി കുറച്ച് ലാഭം ഉണ്ടാക്കുന്നു, അത് പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അങ്ങനെയൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയുണ്ടല്ലോ. പക്ഷേ അതല്ല, ഇത് പറയുന്നത് നമ്മൾ വരും തലമുറയ്ക്കും കൂടെ വേണ്ടിയാണ് നമ്മുടെ. അപ്പോൾ തീർച്ചയായിട്ടും എൻവയോൺമെൻറ്റിന് യാതൊരു ദോഷവും ഉണ്ടാവാത്ത പ്രൊഡക്റ്റുമായിരിക്കണം. അങ്ങനെ ഒരു കമ്പനിക്ക് മാത്രമേ ഈ സെഡ് സർട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അത് നമുക്കല്ലേ ഉള്ളൂ. അപ്പോൾ അത് സെഡ് ബ്രോൺസ്, സെഡ് സിൽവർ, സെഡ് ഗോൾഡ്. അപ്പം ഞങ്ങൾ ഈ ആദ്യം തന്നെ സെഡ് ബ്രോൺസ് എടുത്തിരുന്നു. അപ്പം PVC പൈപ്പ് സെക്ടറിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേര് മാത്രമേ അതിന് അന്ന് എടുത്തിട്ടുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് സെഡ്
ഗോൾഡിലേക്ക് നമ്മൾ great. ആ സെഡ് ഗോൾഡിൽ കേരളത്തിൽ ആദ്യത്തെ PVC പൈപ്പ് മാനുഫാക്ചറിങ്ങിൽ ഇലക്ട്രിക് കോണ്ടന്റ് മാനുഫാക്ചറിംഗിൽ ഫസ്റ്റ് യൂണിറ്റാണ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യത്താണ്. ഇന്ത്യയിലാകമാനം 6 സംരംഭങ്ങളിൽ ഒരു സംരംഭമാണ്. ഒരു വലിയ അഭിമാനകരമായ നേട്ടമാണ്. കാരണം വെച്ചാൽ ഈ കാറ്റഗറിയിൽ ചെറുകിട സംരംഭങ്ങളിൽ നിന്ന് വരികയും ഇന്ത്യയിൽ തന്നെ 6 പേർക്ക് മാത്രമുള്ള ഒരു പട്ടികയിലേക്ക് നമ്മൾ വരികയും ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിനെ വെല്ലാൻ ഒരു പ്രോഡക്റ്റ് വേറെയില്ല. ഇത് ഈ കാര്യത്തിൽ സെറ്റ് സർട്ടിഫിക്കേഷൻ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് ലോകത്തെ ഒന്നാംകിട പ്രോഡക്റ്റുകളായി മാറിയിരിക്കണം എന്ന്. അതിനുള്ള മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ നിർണയിച്ചിട്ടാണ് സീറോ എഫക്റ്റ് സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഈ സെറ്റ് സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. എൻ്റെ വിശദാംശങ്ങൾ സുധീർജി പറഞ്ഞു. എങ്കിലും ഇതിനകത്ത് 5 പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻസ് മേർജ് ചെയ്തുകൊണ്ടാണ് ഈ സെറ്റ് സർട്ടിഫിക്കേഷൻ വരുന്നത്. ISO 45001, ISO 9001, ISO 50001, ISO 14001, ലീൻ സർട്ടിഫിക്കേഷൻ. ഇന്നിങ്ങനെ 5 ബെസ്റ്റ് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സ്, ബെസ്റ്റ് ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് ഈ സെറ്റ് സർട്ടിഫിക്കേഷൻ നൽകുക. എന്ന് പറഞ്ഞാൽ സുധീർജി ഇവിടെ വിശദീകരിച്ചതുപോലെ പ്രോഡക്റ്റിൻ്റെ നിലവാരം 1-ാം തരം, ഏറ്റവും മികച്ചത്, യാതൊരു കോംപ്രമൈസും ഇല്ല അക്കാര്യത്തിൽ. പ്രോഡക്റ്റിൻ്റെ എഫക്റ്റ്, അതായത് പാരിസ്ഥിതികം, സാമ്പത്തികം, സാമൂഹ്യം, മാനുഷികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ 0. ഏറ്റവും മിനിമം ഇമ്പാക്റ്റ് ഒരു ഇൻഡസ്ട്രി വരുന്നത് കൊണ്ട് ഏറ്റവും മിനിമം ഇമ്പാക്റ്റ് അതിൻ്റെ പിന്നെ മെറ്റീരിയൽ കളക്ഷൻ ആയിക്കോട്ടെ, അതിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതിൻ്റെ മെയിൻ്റനൻസ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സെക്ടറിലും 0 എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കാർബൺ ഫുട് പ്രിൻ്റ് ഏറ്റവും മിനിമം ആണ് എന്നാണ് അതിൻ്റെ സാരം. അതുകൊണ്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ സർട്ടിഫിക്കേഷൻ വഴി ആ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ കാർബൺ ഫുട് പ്രിൻ്റ് ഏറ്റവും മിനിമൈസ് അംഗീകൃത ലെവലിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാരം. അപ്പം ഇങ്ങനെ 5 പ്രധാനപ്പെട്ട നാഷണൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് അല്ലേ? ഇതെല്ലാം കൂടി 5 ഏറ്റവും മികച്ച പ്രാക്ടീസസ്, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഉൾപ്പെടുത്തി അതിൻ്റെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഈ സെറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രോഡക്റ്റിലായിക്കോട്ടെ, പ്രോസസ്സിലായിക്കോട്ടെ, പേഴ്സണലിലായിക്കോട്ടെ, 3 P's: പ്രോഡക്റ്റ്, പ്രോസസ്, പേഴ്സൺസ്. അപ്പം ഈ 3 Pയിലും 0 എഫക്റ്റാണ്, 0 ഡിഫക്റ്റാണ്. അപ്പോൾ സാർ ഈ ടെക്നിക്കാലിറ്റിയൊക്കെ മാറ്റി വെച്ചാൽ ചുരുക്കത്തിൽ ഒരു ലേമാൻ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ചത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പൈപ്പാണ് ബാൽക്കോ എന്നാണോ പറഞ്ഞു വരുന്നത് അല്ലേ? അത് തന്നെയാണ് ഈ സെറ്റ് സർട്ടിഫിക്കേഷൻ മുഖാന്തിരം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഫാക്റ്റാണ്. അത് മികച്ച പ്രോഡക്റ്റ് നൽകുന്നു. ഇതാണ് സെറ്റ് സർട്ടിഫിക്കേഷൻ്റെ അർത്ഥം. സർട്ടിഫിക്കേഷൻ മറ്റ് സ്ഥാപനങ്ങൾ എടുത്താൽ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അത് സുധീർജി ഒന്ന് വിശദീകരിക്കും. അതായത് എനിക്കിത് കേൾക്കുന്ന MSME സെക്ടറിലുള്ള ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത് നമ്മുടെ സെറ്റ് സർട്ടിഫിക്കേഷനിലേക്ക് പോയാൽ ഗവൺമെൻറ് ബാങ്കുകളും തരുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് കേരളത്തിൽ ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ ബാങ്ക് ഇൻട്രസ്റ്റ് കുറവുണ്ട്. ബാങ്കിൻ്റെ പ്രോസസ്സിങ് ചാർജ്, അതായത് ലോൺ എടുക്കുന്നതിനുള്ള പ്രോസസ്സിങ് ചാർജിൽ കുറവുണ്ട്, കാര്യമായ കുറവുണ്ട്. അതുപോലെ തന്നെ ഈ CGTMS, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്യാരണ്ടി ഇല്ലാതെ ലോൺ തരുമെന്ന് പറഞ്ഞു. അതിനകത്ത് ഈ നമ്മുടെ ഒരു 75 അത് അവർ കവർ ചെയ്യുന്നത് ഏതാണ്ട് മൊത്തം ലോൺ എമൗണ്ടിൻ്റെ 70% എന്നുള്ളത് ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് 80% ആവും. ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ വിദേശ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നതിന്
യാത്രാ ചെലവ് ഉൾപ്പെടെ അവിടെയുള്ള ചെലവ് ഉൾപ്പെടെ ഉള്ളത് ഗവൺമെൻറ് സൗജന്യമായി നൽകും. ഇങ്ങനെയുള്ള ധാരാളം ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ സെറ്റ് സർട്ടിഫിക്കേഷൻ ലഭിച്ചാൽ കിട്ടും. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം. എന്നറിയോ, സാധാരണ അങ്ങൊരു സംരംഭകനാണ്, വിജയകരമായി നിൽക്കുന്നു, അങ്ങേക്ക് സെഡ് കിട്ടി, മറ്റാർക്കും ഇല്ല, അതുകൊണ്ട് എനിക്ക് മാത്രം ഇത് മതി എന്ന് പറഞ്ഞ് ഇതിൻ്റെ അവസരങ്ങൾ എല്ലാവരും പ്രേരിപ്പിക്കാനൊന്നും ആരും തയ്യാറാവത്തില്ല. അങ്ങനെ ഒരു തുറന്ന മനസ്സുകൊണ്ടാണ് മറ്റുള്ളവരും ഇതൊക്കെ എടുക്കാൻ തയ്യാറായി വരണമെന്ന് പറയുന്നത്. അതിനൊരു സല്യൂട്ട് തരാതെ വയ്യ. അത്തരം കാര്യങ്ങൾ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുക വേണം. മാത്രമല്ല, ഈ സെറ്റ് സർട്ടിഫിക്കേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, വൺ ടൈം പ്രോസസ്സ് അല്ല. ഒരിക്കൽ നമുക്ക് സെറ്റ് സർട്ടിഫിക്കേഷൻ കിട്ടി ഇനി കൈകെട്ടിയിരിക്കാം എന്ന് കരുതേണ്ട കാര്യമില്ല. ആ ക്വാളിറ്റി നിലനിർത്തുവാനുള്ള തുടർ പ്രക്രിയകളെല്ലാം തന്നെ ഉറപ്പാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഏജൻസി അതിന് പ്രതിജ്ഞാബദ്ധമാണ്. സെറ്റ് സർട്ടിഫിക്കേഷൻ നൽകുന്ന ഏജൻസി, MSMEയുടെ കീഴിലുള്ള ഏജൻസി, അവർ ഈ സർട്ടിഫിക്കേഷൻ്റെ ഗുണമേന്മ നിലനിർത്തുവാനുള്ള എല്ലാ പിന്തുണയും സഹായവും നൽകുകയും ചെയ്യും. എനിക്കിത് പറയുമ്പോൾ ഒരു കാര്യം, നമ്മൾ ഈ ബാൽക്കോയുടെ പൈപ്പ്സിനെ കുറിച്ച് പറയാം. ഇലക്ട്രിക്കൽ പൈപ്പ്സ്, പിന്നെ നമുക്ക് സാധാരണ ജലം കൊണ്ടുപോകാനുള്ള പൈപ്പുകൾ. ഇത് പറയുമ്പോൾ ഞാൻ സമീപ ദിവസം കൊച്ചിയിൽ, നിങ്ങളിപ്പോൾ എറണാകുളംകാരല്ലാത്ത കാരണം ആ വാർത്ത കണ്ടു കാണത്തില്ല, എറണാകുളത്തെ പത്രങ്ങളിലൊരു വാർത്ത ഉണ്ടായിരുന്നു. കൊച്ചി നഗരത്തിലൊരിടത്ത് ടാപ്പ് തുറന്നപ്പോൾ നീല നിറത്തിലുള്ള വെള്ളം വരുന്നു. ഇതെന്താ സംഭവിച്ചെന്ന് ആളുകൾ പരിഭ്രമിച്ചു. അന്വേഷിച്ച് വന്നപ്പോൾ തൊട്ടടുത്ത് ഈ പൈപ്പൊക്കെ പോകുന്ന കാനയ്ക്കകത്തൂടെയൊക്കെയാണ്. കൊച്ചിയിലെ കാനയെന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. സീവേജ് ഉൾപ്പെടെ എല്ലാം പോകുന്ന, കക്കൂസ് മാലിന്യം ഉൾപ്പെടെ എല്ലാം പോകുന്നത് ഈ കാനയിലെ പൈപ്പുകളിലൂടെയാണ്. അതിലൂടെ പോകുന്ന ജലവിതരണത്തിൻ്റെ പൈപ്പിൽ തൊട്ടടുത്തുള്ള ഒരു ഡൈ യൂണിറ്റിൻ്റെ വെള്ളം കയറി. അതാണ് നീല നിറത്തിലുള്ള വെള്ളം വന്നത്. വാട്ടർ അതോറിറ്റിക്കാർ പറഞ്ഞ് ഇതാരും ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞ് ശുചീകരണ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടാണ് ഈ വെള്ളം വന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് ഈ കാനയിലൂടെയൊക്കെ പോകുന്ന, അല്ലെങ്കിൽ മണ്ണിനടിയിലൂടെ പോകുന്ന പൈപ്പാവട്ടെ, ഇതിലേക്ക് മറ്റ് വസ്തുക്കൾ, മറ്റ് ദ്രാവകങ്ങൾ കയറുന്ന ഒരു പ്രവണത ഉണ്ടായി വരുന്നുണ്ട്. ഇത് പൈപ്പിൻ്റെ ക്വാളിറ്റിയുടെ കുഴപ്പമല്ലേ? അപ്പോൾ ബാൽക്കോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് മെഷേഴ്സ് എടുക്കുന്നത്? ഇതിൽ ഞാനൊരു രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് ഇലക്ട്രിക്കൽ കൗണ്ടി വിട്ടാൽ ഇപ്പോൾ വാട്ടർ പൈപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ വാട്ടർ പൈപ്പ് ശരിക്കും പറഞ്ഞാൽ വാട്ടർ പൈപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 80% PVC റെസിനാണ്. PVC റെസിൻ എന്ന് പറയുന്നത് നല്ല വിലയുള്ള സാധനമാണ്. കാരണം പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ടൊരു ഏതാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 100 രൂപ കിലോയ്ക്ക് വരും. പക്ഷേ ഈ PVC റെസിൻ എന്ന് പറയുന്നത് നമുക്ക് അത് മാത്രമായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുമ്മായം ചേർക്കണം. അത് നമ്മുടെ ISI സ്റ്റാൻഡേർഡ് അനുസരിച്ച് ക്വാളിറ്റി സാധനമാണെങ്കിൽ ഒരു 2.5-3 കിലോ കുമ്മായം ചേർക്കാം. 1 കിലോ PVC, 1 കിലോ അല്ല, 25 കിലോ PVC റെസിനോടൊപ്പം 3 കിലോ ഒക്കെ ചേർക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ആഡിറ്റീവ്സ്, അതായത് ഇത് രണ്ടും കൂടെ ചേരാൻ ഇതിനെ ഒന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് ഈ സ്റ്റീറേറ്റ്സ്, ലെഡ് സ്റ്റീറേറ്റ്സും കാൽഷ്യം സ്റ്റീറേറ്റ്സും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് ഈ എല്ലാം നമ്മൾ എന്ത് ഉപയോഗിച്ചാലും അതൊക്കെ ബോഡിക്ക് സ്റ്റാൻഡ് ചെയ്യുന്നതിനൊരു അളവുണ്ട്. അതിൽ കൂടുതൽ ആവാൻ പാടില്ല, ടോളറൻസ് ഉണ്ട്. അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ, അപ്പം 100 പറഞ്ഞല്ലോ 100 രൂപ വിലയുള്ളതിൻ്റെ കൂടെ 2.5 കിലോ ചേർത്തിട്ട് പൈപ്പ് എടുക്കുകയും ചെയ്യാം. 25 കിലോയുടെ കൂടെ 25 കിലോയും ചേർക്കാം. അതായത് അപ്പോൾ ഔട്ട്പുട്ട് എത്രയായി? 50 കിലോ ആയി. മറ്റത് 27-28 കിലോ കിട്ടുന്നിടത്ത് ഔട്ട്പുട്ട് 50 കിലോ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടെ പ്ലാസ്റ്റിസൈസർ എന്ന് പറയുന്ന കെമിക്കൽ ആഡ് ചെയ്യേണ്ടി വരും, കാരണം കൂടുതൽ ഫില്ലർ കിട്ടാൻ വേണ്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ കാരണമാവാനുള്ളൊരു വലിയ സാധ്യതയായി മാറും. അപ്പം ഇതുകൊണ്ട് നമ്മളൊരു വീട് വയ്ക്കുമ്പം ഒരു ചെറിയൊരു വീട്, ഒരു 25 ലക്ഷം രൂപ മുടക്കി ഒരു ചെറിയ വീട് വയ്ക്കുകയാണെങ്കിൽ ഈ മോശം ക്വാളിറ്റി പൈപ്പിന് പോകുന്നത് കൊണ്ട് സേവ് ചെയ്യുന്നത് കേവലം ഒരു 10,000 രൂപയായിരിക്കും. പക്ഷേ എത്ര തലമുറ ഉപയോഗിക്കാനുള്ള ഒരു പൈപ്പ്, വാട്ടർ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ പൈപ്പ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഒരു ലൈഫ് ടൈം വരെ നിൽക്കേണ്ടതാണ്. അതിൻ്റെ നാടിഞരമ്പ് പോലെയാണ്. അപ്പോൾ അതിനൊന്നും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല. കാരണം ഇതിനെക്കുറിച്ച് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് മാത്രമല്ല, നല്ല വിദ്യാഭ്യാസം, ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പാപ്പനംകോടുള്ള CSIR ലാബ്, ആ ലാബിലുള്ള ഡയറക്ടർ ഒരിക്കൽ ഒരു പരിപാടി വെച്ചപ്പോൾ ഞാനിത് സിപ്പറ്റിൻ്റെ ആൾക്കാർ വന്നപ്പോൾ, കാരണം ഇന്ത്യയിൽ ലെഡ് സ്റ്റീറേറ്റ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് യൂണിറ്റുകളുണ്ട്, അപ്പം നിങ്ങൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ലെഡ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും റിസർച്ച് നടക്കുന്നുണ്ടോ എന്ന് ഞാൻ എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ ഈ സിപ്പറ്റിൽ നിന്ന് ആൾ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
അതിനുശേഷം അവിടുത്തെ ഡയറക്ടർ എന്നോട് വന്ന് ചോദിച്ചു, സുധീറെ PVC പൈപ്പിനകത്ത് ലിഡ് ഉണ്ടാവുമോ? അതെൻ്റെ ആദ്യത്തെ അറിവാണ്. ഞാൻ പറഞ്ഞത് അത്രയും ഒരു സ്ഥാപനത്തിൻ്റെ ശാസ്ത്ര ആളുകൾക്ക് അപ്പോൾ നമ്മുടെ സാധാരണക്കാർ ഇതൊന്നും ചിന്തിക്കാറില്ല. അവിടെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു കാരണവശാലും ഈ PVC പൈപ്പ് ജലത്തിന് ഉപയോഗിക്കുന്നതായാലും മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പൈപ്പിൽ ലെഡിൻ്റെ അംശം, കാരണം ലെഡിൻ്റെ അംശം നമ്മുടെ വെറുതെ തറയിൽ ചെടികൾക്ക് നനയ്ക്കാൻ പോയാൽ പോലും ഇത് ചെടിയിലൂടെ ഈ ലെഡ് തിരിച്ചു വരും. അതെ അതെ. അപ്പോൾ ഒരു കാരണവശാലും ലെഡിൻ്റെ അംശം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞേക്കുന്ന ഒരു ചെറിയൊരളവുണ്ട്, അതിലും താഴെയാണ് നമ്മൾ ഉണ്ടാകുക. അതിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ക്വാളിറ്റിയിൽ എന്തുമാത്രം ശ്രദ്ധിക്കണമെന്നുള്ളതിൻ്റെ ഒരു കാര്യം, നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ഉപയോഗിക്കും. ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫയർ റെസിസ്റ്റൻസും ഇൻസുലേഷനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് കോൺക്രീറ്റിനകത്തും ഭിത്തിക്കകത്തും ഒക്കെ ഈ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ഈ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും ഫില്ലർ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും? കണ്ടമാനം കുറയ്ക്കാം. ഒരു 25 ലക്ഷം രൂപ അതിൽ വിലയും കുറയും, വിലയും കുറയ്ക്കാമല്ലോ, കുറഞ്ഞ വിലയ്ക്ക്. അപ്പം ഈ സംഭവം 25 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ വീട് വയ്ക്കുന്നയാൾക്ക് ആകെ ഒരു 50 കോൺഡ്യൂട്ടായിരിക്കും വേണ്ടി വരുന്നത്. ഈ ക്വാളിറ്റി ഉള്ളതിന് പോയാൽ ആകെ വ്യത്യാസം പരമാവധി വരുന്ന ഒരു 1000 രൂപയുടെ ഡിഫറൻസാണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, കാരണം ഈ പൈപ്പ് ഞാൻ നേരത്തെ ഫില്ലർ എടുക്കുന്നതിലൂടെ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 ക്വാളിറ്റി ഇല്ലാതാവും. ഈ പ്ലാസ്റ്റിസൈസർ ചേർത്ത് കഴിഞ്ഞാൽ ഇൻസുലേഷനും ഇല്ലാതാവും, ഫയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇല്ലാതാവും. അത് കഴിയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പൈപ്പ് നമ്മൾ ഒരു കൊളാപ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യും. ഇത് 90 ഡിഗ്രി വളച്ച് വെച്ചിട്ട് ഇതിനെ 64 ഡിഗ്രി ചൂടാക്കും. 24 മണിക്കൂർ ചൂടാക്കിയിട്ട് ഇതിനെ വെളിയിലെടുത്തിട്ട് വീണ്ടും നോർമൽ ടെമ്പറേച്ചർ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഈ 90 ഡിഗ്രി വളച്ച് വെച്ചേക്കുന്നതിനോട് ഒരു ഗേജ് പാസ് ചെയ്യണം. ഗേജ് ഫ്രീ ആയിട്ട് പോകണം. അതെന്താണെന്ന് വെച്ചാൽ ഈ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ഫില്ലറും ഈ പ്ലാസ്റ്റിക്കും ചേർത്ത പൈപ്പാണ് ഉപയോഗിച്ച് ഭിത്തിക്കകത്തോ കോൺക്രീറ്റിനകത്തോ ഇടുകയാണെങ്കിൽ ഇതിനകത്ത് വയർ കടത്തി വിടുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇവിടെ ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം കൊളാപ്സ് ആവും. ഈ കൊളാപ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വയർ ഇട്ടിട്ടാണ് ഈ വയർ എന്തെങ്കിലും ആവശ്യത്തിന് തിരിച്ചെടുക്കുമ്പോൾ ഇൻസുലേഷൻ ഉൾപ്പെടെ പോരും, അല്ലെങ്കിൽ ഇത് അവിടെ സ്ട്രക്ക് ആവും. അപ്പം ഈ കോൺക്രീറ്റിനകത്ത് വെറും ഒരു ഡക്റ്റ് മാത്രമായിട്ട് അവശേഷിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും പൊതുജനം ഇതിനകത്ത് ശ്രദ്ധ കൊടുക്കേണ്ട വലിയ സമയം അതിക്രമിച്ചിരിക്കുക. കാരണം നമ്മൾ ഈ ഒരു 2 or 3 തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീട് ചെയ്യുന്നത്. ആ വീട് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി സാധനങ്ങൾ തന്നെ ഉപയോഗിക്കണം. അതിന് ഏറ്റവും വലിയൊരിതാണ് സെഡ് സർട്ടിഫിക്കേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ ഗ്യാരണ്ടിയാണ്. അതെ അതെ. കാരണം ഒരു പൈപ്പ് ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാവട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന് വേണ്ടി വയറിങ്ങിന് വേണ്ടിയിട്ടാവട്ടെ, അത് 1 വർഷത്തേക്ക് 2 വർഷത്തേക്കല്ലല്ലോ, ഒരു ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു ജാഗ്രത വേണം. സാർ, കേശവമോഹൻ സാർ, ഇത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആളുകൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല. എല്ലാവരും പോയിട്ട് മാർക്കറ്റിൽ പോകുന്നു, പൈപ്പ് എല്ലാം പൈപ്പല്ലേ, ഏറ്റവും വില കുറഞ്ഞെടുക്കുന്നു. അപ്പോൾ കടക്കാരും പറയും ഇതിന് വില കുറവാണ്, ഇതെടുത്തോ എന്ന് പറയുന്നു. അങ്ങനെയാണോ നോക്കേണ്ടത്? എങ്ങനെയാണ് ഒരു മികച്ച പൈപ്പ് സെലക്ട് ചെയ്യാൻ? ഇലക്ട്രിക്കൽ ആവട്ടെ, കുടിവെള്ളത്തിന് വേണ്ടി വിതരണത്തിന് വേണ്ടിയിട്ടാവട്ടെ, അതിനുള്ള നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം വാങ്ങുമ്പോൾ? അത് സുധീർജി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. സുധീർജി പറഞ്ഞ് നിർത്തിയെടുത്താണ് ഞാനും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ക്വാളിറ്റി അഷ്വറൻസ് ഉള്ള പ്രോഡക്റ്റുകൾ തന്നെ നമ്മൾ പോകണം. അതിലേറ്റവും മികച്ച ക്വാളിറ്റി അഷ്വറൻസ് സെറ്റ് സർട്ടിഫിക്കേഷനാണ്. അതിപ്പോൾ നമ്മുടെ ബാൽക്കോയ്ക്ക് ഉണ്ട്. ബാൽക്കോയ്ക്ക് മാത്രമേ നിലവിലിപ്പോൾ ഉള്ളൂ. അതായത് ഈ സെറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് MSME സെക്ടർ, അതായത് മൈക്രോ സ്മോൾ മീഡിയം സെക്ടറിന് വേണ്ടി മാത്രമാണ്. ലാർജ് സ്കെയിൽ സെക്ടറിനെ അതിൽ പെടുത്തിയിട്ടില്ല. അപ്പം അവർക്ക് അതായത് ഗവൺമെൻറ്റിൻ്റെ നയം എപ്പോഴും, കാരണം എന്താണെന്നറിയോ, ഈ 1000 കോടി രൂപ മുടക്കി ഒരു ലാർജ് സ്കെയിൽ സംരംഭം വന്നാൽ 1000 പേർക്ക് തൊഴിൽ കൊടുത്തു എന്നിരിക്കട്ടെ. അതേസമയത്ത് 10 കോടി രൂപ മുടക്കി 100 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജോലി സൃഷ്ടിക്കാനായിട്ട് ഉണ്ടാക്കുന്ന പൈസ അവിടെ 1000 കോടി മുടക്കി 1000 പേർക്ക് തൊഴിൽ കൊടുക്കും, 1 കോടി രൂപ അവർക്ക് വരുന്നുണ്ട് ഒരു ജോലി സൃഷ്ടിക്കാൻ. ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് MSME സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാ ഗവൺമെൻറ്റുകളുടെയും നയമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം, അതായത് നമ്മുടെ എക്കണോമിയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയുടെ നട്ടെല്ലെന്ന് പറയുന്ന MSME സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പൗരൻ്റെയും ഇതാവണം. അതുകൊണ്ടാണ് കയറ്റുമതിയിൽ 45% ഇത് വരുന്നത്. അപ്പം അതുപോലെ ഭാരതത്തിൻ്റെ ഗ്രോത്ത്
ഇന്ന് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വളർച്ചയാണ്. ആ വളർച്ചയുടെ ഭാഗമാവാനായിട്ട് ഈ ടൈപ്പ് MSMEകളെല്ലാം നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി അതുപോലെ തന്നെ ഭാരതത്തിലെ MSMEകളെല്ലാം ഈ ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന നയങ്ങളുമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രോത്സാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ യശസ്സും കൂടുകയാണ്. നമ്മുടെ ഭാരതത്തിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സ് സർട്ടിഫിക്കേഷൻ. അതെ അതെ, GDP-യുടെ 30% MSME സെക്ടറിൽ നിന്നാണ്. ഇദ്ദേഹം ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ക്വാളിറ്റി അഷുറൻസിനെ കുറിച്ചാണ്. അതെങ്ങനെ ഉറപ്പാക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഇതാണ്, സെറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ടോ, ISO സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക പ്രോഡക്റ്റ് മേടിക്കുന്നതിന് വില വ്യത്യാസം നോക്കാൻ. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിലോ, സുധീർജി ഇവിടെ പറഞ്ഞതുപോലെ വയറിംഗ് പൈപ്പാണെന്നുണ്ടെങ്കിൽ അത് ഈ ഫില്ലറുകൾ ഉള്ളത് കൊണ്ട് കാൽസ്യം കാർബണേറ്റും ലെഡ് സ്റ്റിയറേറ്റുകളും പ്ലാസ്റ്റിസൈസേഴ്സും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് വില കുറച്ച് ആ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് സാധിച്ചേക്കും. പക്ഷേ എന്ന് എഴുതി അതിൻ്റെ ലൈഫ്, അതിൻ്റെ ലോഞ്ചിവിറ്റി ഇല്ലാതെയാകുകയാണ് ചെയ്യുക. അത് ഈ പൈപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ, പൈപ്പ് ഭിത്തിക്കകത്തൂടെയാണ് പോകുന്നത്, പൊട്ടിയിട്ടുണ്ടോ അലിഞ്ഞു തീർന്നോ ഒന്നും നമുക്കറിയാൻ വഴി അത് പോകും. വലിയ അപകടങ്ങളുണ്ടാവും അല്ലേ? അതുപോലെ അങ്ങ് തന്നെ ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം, പൈപ്പ് പൊട്ടി അതിലൂടെ ഡൈ ഫാക്ടറിയിൽ നിന്ന് വന്ന എഫ്ലുവൻ്റ് കുടിവെള്ളത്തിൽ കയറിപ്പോയി. ഇങ്ങനെയുള്ള പല അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. ഇത് അത് ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ക്വാളിറ്റി നിലവാരമുള്ള പ്രോഡക്റ്റുകൾ, നിലവാരം ഉണ്ട് എന്ന് സർട്ടിഫൈ ചെയ്ത പ്രോഡക്റ്റുകളിലേക്ക് നമ്മൾ ചെറിയ വില വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കാതെ സ്വീകരിക്കാൻ തയ്യാറായി പോവുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം. ഇപ്പം ലെഡ് സ്റ്റിയറേറ്റുകളെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ലെഡ് അപകടകാരിയായ വസ്തുവാണ്. പക്ഷേ പ്ലാസ്റ്റിസൈസേഴ്സ് ഒഴിവാക്കാനും സാധിക്കില്ല ചില പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ. അത് ടോളറൻസ് ലിമിറ്റിന് അപ്പുറമാകുമ്പോൾ അപകടമാകുകയും ചെയ്യും. നോൺ എസെൻഷ്യൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്ന പിന്നെ അത്യാവശ്യം മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമില്ലാത്ത മൂലകങ്ങളിൽ ഒന്നാണ് ലെഡ്, നോൺ എസെൻഷ്യൽ എലിമെൻസിൻ്റെ. പക്ഷേ ഇതിനൊരു പ്രത്യേക സ്വഭാവമുള്ളത്, ഇത്തരം നോൺ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഒക്കെ ബയോ അക്യുമുലേറ്റിംഗ് കൂടിയാണ്. അത് ശരീരത്തിൽ അടിഞ്ഞു കൂടും. അങ്ങനെ കിടന്ന് ഓരോ ലെവലിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. വെള്ളത്തിൽ നിന്ന് സസ്യങ്ങളിലേക്കും, വെള്ളത്തിൽ നിന്ന് മത്സ്യത്തിലേക്കും, മത്സ്യത്തിൽ നിന്ന് മറ്റ് ജീവികളിലേക്കും, അങ്ങനെ മനുഷ്യനിലേക്കും ഒക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരും. അത് ദൂരവ്യാപകമായ അപകടത്തെ ക്ഷണിച്ചു വരുന്നത്. സുധീർജി ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അപ്രതീക്ഷിതമായി ചില രോഗങ്ങൾക്ക് വിളിച്ചു വരുത്തുന്ന ചെറിയ പൈസയുടെ ലാഭം നോക്കുമ്പോൾ വലിയ രോഗങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഗുണമേന്മയുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മുടെ തന്നെ ബാധ്യത. മാത്രമല്ല നമ്മളുടെ കുടുംബാംഗങ്ങളോടും വരുന്ന തലമുറയോടും നമുക്ക് ചെയ്യാവുന്ന ബാധ്യത കൂടിയാണ്, ഉത്തരവാദിത്തം കൂടിയാണ്. ഉത്തരവാദിത്തമല്ല, ബാധ്യതയാണ് ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. അത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേരത്തെ നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചു, സെറ്റ് സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റിൻ്റെ 3P, അതായത് പ്രോഡക്റ്റ്, പ്രോസസ് ആൻഡ് പേഴ്സൺസ്, ഈ 3 സെക്ടറുകളിലും കാർബൺ ഫുട് പ്രിൻ്റ് വളരെ മിനിമമാണ്, ഏറ്റവും കുറവായ കാർബൺ ഫുട് പ്രിൻ്റാണ് എന്ന്. എന്താണ് ഈ കാർബൺ ഫുട് പ്രിൻ്റ്? എല്ലാവർക്കും ഇപ്പോൾ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ധാരണ എല്ലാവർക്കും ഉള്ളതാണ്. കാർബൺ ഫുട് പ്രിൻ്റ് കൂടിയാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂടും. അപ്പം കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് സമൂഹവും ലോകമെമ്പാടും ഒരേപോലെ. കേശവമോഹൻ സാർ ആ വിഷയത്തെക്കുറിച്ച്, കാലാവസ്ഥാ വ്യതിയാനം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഒരു ദിവസം നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കുന്ന എല്ലാ മേഖലകളെയും, എല്ലാ സെക്ടറുകളെയും അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്രോത്സാഹിപ്പിക്കാനുള്ള നയമാണ് സ്വീകരിച്ചത്. ഏതായാലും നമ്മൾ കഴിഞ്ഞ അരമണിക്കൂറോളം നമ്മൾ സംസാരിച്ചത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന, പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ ആശയമാണ്. വലിയ തോതിൽ ആക്കവും വേഗവും കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആശയമാണ് ചെറുകിട
സംരംഭങ്ങൾ എന്ന് പറയുന്നത് MSME, SME ഒക്കെ വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കയറ്റുമതിയിൽ ഏതാണ്ട് 40% മുകളിലും ഈ മേഖലയിൽ നിന്നാണ് വരുന്നത്. ഈ മേഖലയിലേക്ക് എങ്ങനെ കടന്നു വരാം, എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമ്മുടെ ഈ ചർച്ചയിലൂടെ പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞുവെന്നാണ് കരുതുന്നത്. നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വ്യക്തിപരമായൊരു സങ്കടമുള്ള രണ്ടുപേരോടും പറയുകയാണ്. ഞാനൊരു വീട് വെച്ചപ്പോൾ ബാൽക്കോ പൈപ്പിനെ കുറിച്ച് കേട്ടിരുന്നില്ല. ഇനി ഒരു വീട് വെക്കുകയാണെങ്കിൽ ഞാൻ ബാൽക്കോ പൈപ്പ് തന്നെ വാങ്ങും. കാരണം ഇത്രയും ഗുണമേന്മയുള്ള, ഇത്രയും മാനദണ്ഡങ്ങളുള്ള, ഇത്രയും അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയ ഒരു MSME അല്ലെങ്കിൽ SME സംരംഭമാണ് എന്നത് അഭിമാനകരമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുകിട സംരംഭം ഉണ്ടായി വന്ന് അത് ഏറ്റവും മികച്ച ലോകോത്തര നിലവാരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമുക്ക് നൽകുന്നു എന്നുള്ളത് അറിയാൻ വൈകിപ്പോയ ഒരാളാണ് ഞാൻ. നമ്മുടെ പ്രേക്ഷകർക്കും അത്തരം അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ. അത് നോക്കി വാങ്ങുക, അറിഞ്ഞു വാങ്ങുക. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, കേരളത്തിലെ സർക്കാർ എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് ഇത്തരം ചെറുകിട സംരംഭങ്ങൾ. അത്തരം സംരംഭങ്ങൾ ഉണ്ടാക്കാനുള്ള, അതിൽ പങ്കാളിയാകാനുള്ള ഒരു ശ്രമവും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. ഇവരുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിത്തരാം. നിങ്ങൾക്കും ഒരു സംരംഭകൻ കൂടി ആകാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഈ ഷോ പകർന്നു നൽകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ടാവും. ഏതായാലും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വന്ന ഡോക്ടർ കേശവ് മോഹൻ സാറിനും ശ്രീ സുധീർ കുമാർ ബിക്കും ABC മലയാളത്തിൻ്റെ നന്ദി. നമസ്കാരം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.